ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുമാർ ടക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പൊതുമേഖലാ റോഡുകൾക്ക് വേണ്ടി PWD റോഡുകൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. PWD4u എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ പ്രദേശങ്ങളിലെ റോഡുകളുടെ കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽസ് കാണുന്ന വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് തുറന്ന് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് പെർമിഷൻ ചോദിക്കും, അതൊക്കെ നമ്മൾ അലൗ ചെയ്യുക. ലൊക്കേഷൻ അതുപോലെ ഇതുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ ഇങ്ങനൊരു ഇമേജാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ PWD റോഡ് നമ്മുടെ ഏരിയയിൽ എവിടെയുള്ളത് എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് അതാണ് ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള PWD റോഡാണിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ അവിടെ പുതുതായിട്ട് വന്ന റോഡാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ മുന്നിലൂടെ പുതുതായിട്ട് നിർമ്മിച്ച റോഡാണ്. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 മാസം എങ്ങാണ്ടോ ആവണേ ഉള്ളൂ. നാട്ടുകൽപ്പാ റോഡ് എന്നൊക്കെ എഴുതിയിട്ടില്ല ഈ റോഡ്. നമുക്ക് ഈ റോഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ അവിടെ എഴുതി വയ്ക്കാം. പിന്നെ ഇവിടെ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ഫസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കംപ്ലൈൻറ്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യാനുള്ളതാണ്. അതായത് ഇവിടെ നമ്മുടെ ഡ്രൈനേജിൻ്റെ പ്രശ്നമാണോ, അതല്ലെങ്കിൽ അതുപോലെ ഉള്ള ടാറിങ്ങിൻ്റെ കംപ്ലൈൻറ്റോ അങ്ങനെ എന്താ വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പേജ് തുറന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ റിപ്പോർട്ടിങ് ഇഷ്യൂ എന്നുള്ള അതിൽ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിൽ നമുക്ക് നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്ത് ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഔദ്യോഗികമായിട്ട് കംപ്ലൈൻറ്റ് അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുക, വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കുക. ഓക്കെ, നമ്മുടെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്യൂ എന്താ ചെയ്ത റോഡിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഫോർ ആൻ ഇഷ്യൂ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ആൻ ഇഷ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അതിനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്.
അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.